എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു മാങ്ങ ഉപ്പിട്ടതാണ്, ഉപ്പും മുളകും ഇട്ടതാണ്. പഴുത്ത മാങ്ങ ഉപ്പിട്ടത് അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കാത്തൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കണം, നല്ല ടേസ്റ്റാണ്. പഴുത്ത മാങ്ങ ഉപ്പിട്ടതാണ്. അപ്പോൾ നമ്മൾ നോക്കിയാലോ, പഴുത്ത മാങ്ങ എത്ര വേണമെങ്കിൽ കുറയ്ക്കുക. നമ്മുടെ ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പം മാങ്ങ സീസണല്ലേ, എത്ര വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഉപ്പിട്ട മാങ്ങയാണ് പഴുത്ത മാങ്ങ. അപ്പം മാങ്ങ ക്ലീൻ ചെയ്യുക, ചെറിയ കഷ്ണങ്ങളാക്കി അരിയുക. എന്നിട്ട് അതിന് പാകത്തിന് വേണ്ട മുളക് ചതച്ചതായാലും മതി, മുളക് പൊടി ആയാലും ഉള്ള ഏതായാലും വേണ്ട മുളക് പൊടി ഇടുക, പാകത്തിന് ഉപ്പിടുക. പിന്നെ അവസാനം വെളിച്ചെണ്ണ ഒഴിക്കണം. ലാസ്റ്റ് അടിപൊളി ടേസ്റ്റായൊരു പഴുത്ത മാങ്ങ ഉപ്പിട്ടതാണ്. ചോറിനും കഞ്ഞിക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, ചെറിയ കുട്ടികൾക്കൊക്കെ. പിന്നെ മയോണസൊക്കെ ഇട്ടായിരുന്നു, അതൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. പനീർ കൊണ്ടുള്ള മയോണസ് ബ്രെഡിനും ചപ്പാത്തിക്കും എല്ലാം വെച്ച് കഴിക്കാൻ പറ്റിയൊരു പ്രത്യേക ടേസ്റ്റുള്ള മയോണസാണ്. ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കണം. അറിയായിരിക്കും, അറിയാത്തവർക്കാണ് പറയണത്. കുട്ടികൾക്ക്. അപ്പോൾ അതേമാതിരി മാങ്ങ ഇങ്ങനെ ഉപ്പും മുളകും, പാകത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി, ചതച്ച മുളക് ഞാൻ ഇടുന്നത്, അതായാലും കുഴപ്പമില്ല, മുളക് പൊടിയാലും കുഴപ്പമില്ല. പിന്നെ പാകത്തിന് വെളിച്ചെണ്ണ, രണ്ട് സ്പൂണോ 3 സ്പൂണൊക്കെ ഒഴിക്കണം വെളിച്ചെണ്ണ, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് നല്ല മിക്സ് ആക്കുക. അങ്ങനെ സൂപ്പർ ടേസ്റ്റുള്ള മാങ്ങ ഉപ്പിട്ടതും ചോറായിട്ട് നമുക്കിട്ട് കഴിച്ചാലോ. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ മാറ്റി പിടിക്കുക. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ്. മയോണസ് എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അടിപൊളി ടേസ്റ്റുള്ളൊരു മയോണസാണ്.